ഞാൻ ഞങ്ങളുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രം ഉണ്ടാക്കിയത് ആരാ? പിന്നെ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഏക ആൾ കേരളത്തിലെ എം.വി. ഗോവിന്ദനാണ്. മുഖ്യമന്ത്രി കണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ ചിത്രങ്ങളും പുറത്തു വന്നല്ലോ. അതിനെ ചിത്രം വന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാര്യം ഏറ്റവും കൂടുതൽ വയനാട് ചൂരൽമര വിഷയവുമായിട്ട് ഞാനും ശ്രീ കെ.സി. വേണുഗോപാലും സണ്ണി ജോസഫും രാഹുൽ ഗാന്ധിയൊക്കെ നൃത്തം ചെയ്യണ വീഡിയോ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾ പരാതിയൊന്നും കൊടുത്തൊന്നുമില്ല. ഞങ്ങൾ ഡാൻസ് ചെയ്യണം. അത് ഞാനൊക്കെ രാഹുൽ ഗാന്ധിയെല്ലാം ഡാൻസ് ചെയ്യണം അവിടെ. അത് ഇറക്കിയതാണ് CPM-കാർ. നാണമുണ്ടോ മാർക്ക്? നാണമുണ്ടോ? എന്നിട്ട് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നടക്കുക. ആ ക്രൈം നന്ദകുമാറിനെതിരായിട്ട് 6 കേസും കണ്ടെടുത്തു. രാത്രി എല്ലാ ദിവസവും പോയി അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യും. ഇപ്പോൾ കോടതി വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കേസും ഇല്ലാത്ത കാര്യത്തിലാണ്. അതായത് മുഖ്യമന്ത്രി വിമർശിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്നും സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കോ. ഒരു 7 യൂട്യൂബ് ചാനൽ എല്ലാ ദിവസവും എനിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോലെ തോന്നിയത് എനിക്കെതിരെയാണോ പറയണതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. CPM എല്ലാ ദിവസവും 10 കാർഡ് എനിക്കെതിരെ ഇറക്കിക്കൊണ്ടിരിക്കും. 10 കാർഡ്. ഞങ്ങൾക്ക് അതിലൊന്നും ഒരു പേടിയില്ല. കാരണം ജനങ്ങൾക്കറിയാം എന്താണെന്ന്. ഇത്രയൊക്കെ കാർഡ് ഇറക്കിയിട്ടും ജയിച്ചതാരാ? UDF അല്ലേ ജയിച്ചത്? ഒരു കാര്യമില്ല. അപ്പോൾ CPM-നെ വിമർശിക്കാൻ പാടില്ല. പണ്ട് പറയില്ല പോളണ്ടിനെ കുറിച്ച് ഒന്നും പറയരുതെന്ന് പറഞ്ഞ മാതിരി പിണറായി വിജയനെ കുറിച്ച് ഒന്നും മിണ്ടിപ്പോരുത്. മിണ്ടിയ വീട്ടിൽ പോലീസ് വരും. അത് ക്രൈം നന്ദകുമാറിൻ്റെ വീട്ടിലാണെങ്കിലും പോലീസ് വരും, സുബ്രഹ്മണ്യൻ്റെ വീട്ടിലാണെങ്കിലും പോലീസ് വരും. ഞങ്ങളെല്ലാം ഇടാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പോലീസ് ഒന്ന് വരട്ടെ. മറ്റൊരു കാര്യം, ഈ കർണാടകയിലെ ബുൾഡോസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന അല്ലല്ല, അത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അല്ല. എന്തായാലും അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് കാര്യങ്ങൾ ചോദിച്ചറിയാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. ഒരു കാര്യം മുഖ്യമന്ത്രിയും അവിടുത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും വ്യക്തമായിട്ടുണ്ട്, ഒരാൾ പോലും അവിടെ വഴിയാധാരമില്ല. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന്. പിന്നെന്താ പ്രശ്നം? നമുക്ക് അന്വേഷിക്കാം.